ശ്രീ മണികണ്ഠൻ, നമ്മൾ ഇന്ന് ഈ ചർച്ച നടത്തുന്നത് പ്രധാനമായും ഈ അഴിമതി ആരോപണങ്ങളിൽ ഒന്നും ഉലയാത്ത വിപണിയെ ഇന്നലെ കണ്ടതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ്. അത് വെറുതെ ഒരു ഹൈപ്പ് സൃഷ്ടിച്ചതാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അഴിമതി ആരോപണം കൊണ്ടുവരണം എന്ന് പറഞ്ഞ് സൃഷ്ടിച്ചതാണ്. അത് യാഥാർത്ഥ്യമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ വിപണി ബൗൺസ് ബാക്ക് ചെയ്യണത്, വിപണി ആകെ തകർന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം, ഇലക്ഷന്റെ ഡേറ്റിൽ വന്ന ഒരു അനിശ്ചിതത്വം, BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാത്ത ഒരവസ്ഥ. പക്ഷെ അതിനുശേഷം ഉണ്ടായിരുന്ന ഡെവലപ്മെന്റുകൾ വിപണി ശക്തമായിട്ട് തിരിച്ചു വരാൻ കാരണമായി. അതിൽ പ്രത്യേകിച്ച് ഏറ്റവും ഗുണം ചെയ്തത് ഇന്നലെ നിതീഷ് കുമാറിന്റെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. അദ്ദേഹം മോഡി എന്താണോ ചിന്തിക്കുന്നത്, മോഡി എന്താണോ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇമ്മീഡിയറ്റ്ലി അത് തുടങ്ങുക, അതിന് ഫുൾ സപ്പോർട്ട് ഉണ്ടാവുന്നു. അതായത് നമുക്ക് എപ്പോഴും ഒരു ആശങ്ക ഉണ്ടായിരുന്നു ഗവൺമെന്റ് ഒരു ഹങ് പാർലമെന്റ് മാതിരി നടക്കുമെന്നുള്ളത്. പക്ഷെ മോഡിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മുൻപ് എന്താണോ അദ്ദേഹം എന്താണോ വിചാരിക്കുന്നത് അത് നടപ്പിലാക്കാൻ ഞങ്ങൾ കൂടി ഉണ്ടെന്നാണ് പറഞ്ഞത്. അത് ബിയോണ്ട് ഡൗട്ട് വളരെ ക്ലിയർ ആണ്. മാത്രമല്ല മറ്റ് പൊളിറ്റിക്കൽ മൂവ്മെന്റ്സ് ഒരുപാട് നടക്കുന്നതായിട്ട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു സ്റ്റേബിൾ ഗവൺമെന്റ് ഫോം ചെയ്യാൻ സാധിക്കും. മോഡി ഗവൺമെന്റിന്റെ മോഡി 1, മോഡി 2 മാതിരി തന്നെയായിരിക്കും മോഡി 3 എന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലും പറഞ്ഞിരുന്നു അദ്ദേഹം. അപ്പൊ അതുകൊണ്ട് ആ ഒരു ശക്തമായിട്ടുള്ള ഗവൺമെന്റും ഒരു എന്താ പറയാ അൺസ്റ്റോപ്പബിൾ ആയിട്ടുള്ള ഒരു മോഡി മൂവ്മെന്റും എക്കണോമി ഒരു കോൺഫിഡൻസ് കൊടുത്തിട്ടുണ്ട്. അതാണ് ഇത്രയും എന്താ പറയാ ശക്തമായ രീതിയിൽ വിപണി തിരിച്ചു വരാൻ കാരണം. അത് മാത്രമാണ് ആ ഒരു വിപണി എപ്പോഴും ഒരു മാർക്കറ്റ് സെന്റിമെന്റ് എപ്പോഴും ഒരു സ്ട്രോങ് ഗവൺമെന്റ് ഇല്ല എന്ന് കണ്ടപ്പോൾ അത് താഴേക്ക് പോയി, സ്ട്രോങ് ഗവൺമെന്റ് ഉണ്ട് എന്ന് കണ്ടപ്പോൾ തിരിച്ചു വന്നു. അത്രേ ഉള്ളൂ. അതല്ലാണ്ട് മറ്റ് അവര് പറയണ മാതിരി ഒരു ബേസ്ലെസ് ആയിട്ടുള്ള ഓരോ ആരോപണങ്ങളൊന്നും ഇതിനെ സ്ഥായിയായിട്ട് ബാധിക്കില്ല എന്നുള്ളത്. ഇന്ത്യൻ എക്കണോമി നൗ ഇറ്റ് ഇസ് എ മെച്യൂർഡ് എക്കണോമി എന്നാണ് പറയണത്. സർ, ഐസൻ ജോസാണ് സംസാരിക്കുന്നത്. സാറിന് കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ഇപ്പോൾ നമുക്ക് കണക്കുകൾ വ്യക്തമാക്കുന്നത്, അതായത് ഇന്നലെ ക്ലോസ് ചെയ്ത കണക്കുകൾ 76,693 ആണ് സെൻസെക്സ് പോയിന്റ്. അത് ഈ എക്സിറ്റ് പോളിന് ശേഷമുണ്ടായൊരു ഭൂമാണെങ്കിൽ അത് 76,469 അതായത് ഇപ്പോൾ ഉള്ളതിനേക്കാൾ 200-ലേറെ പോയിന്റ് താഴെയാണ് അന്നുണ്ടായിരിക്കുന്ന ആ ഉയർച്ച എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ് ഈ വിദേശ ഫണ്ടുകളുടെ ഒരു സാന്നിധ്യം, വിദേശ ഫണ്ടുകളുടെ ഒരു ഇൻഫ്ലോ കുറയുന്നൊരു സാഹചര്യം കൃത്യമായ വിപണിയിൽ ഇടപെടലില്ലാതിരുന്നു എന്നതൊരു നിരീക്ഷണമായി തന്നെ സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഇപ്പോൾ സ്ഥിരതയാർന്നൊരു ഗവൺമെൻറ് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വിദേശ ഫണ്ട് ഫ്ലോയുടെ ആ ഒരു ഒഴുക്ക് കൂടി എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു ഒഴുക്ക്, അതായത് വിദേശ നിക്ഷേപം, നമുക്കറിയാവുന്നതാണ് സാറ്റലൈറ്റ് കോമ്പോണൻറ്റ് നിർമ്മാണ രംഗത്ത് പോലും 100% വിദേശ നിക്ഷേപം സാധ്യമാക്കാമെന്ന നയപരമായ തീരുമാനം സർക്കാർ എടുക്കുകയും ചെയ്ത ഉൾപ്പെടെ ഈ അവസാന നിമിഷം ഉൾപ്പെടെ ഉണ്ടായ അത്രയും സാമ്പത്തികമായ ഭാവനാപരമായ നീക്കങ്ങൾ ഉണ്ടായതിൻ്റെ ഒരു പശ്ചാത്തലം കൂടി ഈ വിപണിയെ സ്വാധീനിക്കുന്നതും, അതായത് തെരഞ്ഞെടുപ്പിന് ശേഷം റിസൾട്ട് വന്ന് കൃത്യമായ ഒരു ഗവൺമെൻറ് ഉണ്ടാകുന്നു എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വിപണിയെ സ്വാധീനിക്കുന്നില്ലേ? തീർച്ചയായിട്ടും വിപണി എപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും ഗവൺമെന്റിന്റെ ഫംഗ്ഷനിങ് എങ്ങനെയാണെന്നുള്ളതിനെ ആശ്രയിച്ചാണ് വിപണി കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ഈ എക്കണോമിക് ഡെവലപ്മെന്റും പോളിസി മാറ്റർ ആയിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഒരുപക്ഷെ നമ്മളൊരു സ്വതന്ത്ര സാമ്പത്തിക ചിന്ത നടത്തുന്ന ആളെന്ന നിലയ്ക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇലക്ഷൻ എന്ന് വലിയൊരു ആശങ്ക ഉണ്ടായിരുന്നു. ഈ ഗവൺമെന്റ് ഏത് പോകുമ്പോൾ എത്ര നാളത് മുന്നോട്ട് പോകും, കാരണം അതിൽ ഈ പാർട്ട്നേഴ്സിനെ നമുക്ക് അത്രയും കൂടെ ഒരു കോൺഫിഡൻസ് എടുക്കാൻ പറ്റുന്ന ആൾക്കാരാണോ, അവർ കണ്ടിന്യൂ ആയിട്ട് പോവോ? ഈ ആശങ്ക നമുക്ക് എത്ര ആശങ്കയുണ്ടോ ഒരു 10 ഇരട്ടി ആശങ്ക വിദേശ നിക്ഷേപകർക്കുണ്ട്. കാരണം മോഡി ഗവൺമെന്റ് ഉണ്ടാക്കിക്കൊണ്ടുവന്ന ഒന്നാം മോഡി ഗവൺമെന്റും രണ്ടാം ഗവൺമെന്റും ഉണ്ടാക്കിക്കൊണ്ടുവന്ന ഡെവലപ്മെന്റ്, അതിന്റെ ബേസ്, സ്ട്രാറ്റജിക് ആയിട്ടുള്ള മാറ്റങ്ങൾ, സിസ്റ്റമിക് കറക്ഷൻസ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്ലാറ്റ്ഫോം വർക്കുകൾ, ഒരുപാട് ബേസ് വർക്കുകൾ ഈ രണ്ട് ഗവൺമെന്റിന് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറയുന്നുണ്ട്, ആരെയും ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല, ഈ രണ്ട് ടേമായിട്ടുള്ള മോഡി ഗവൺമെന്റ് പ്രവർത്തനത്തിന്റെ ഫലം കൊയ്യാൻ പോകുന്നത് ഇനിയുള്ള 10 വർഷങ്ങളിലാണ്. കാരണം എല്ലാ തരത്തിലുള്ള സിസ്റ്റമിക് കറക്ഷനും കഴിഞ്ഞ് ഇനി ഡെവലപ്മെന്റ് പ്രോജക്ട്, ഇനി റിയൽ റിസൾട്ട് വന്നു തുടങ്ങുന്ന സമയമാണ്. ആ റിസൾട്ട് വന്നു തുടങ്ങുന്ന സമയത്ത് ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഇലക്ഷന്റെ അന്ന് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ആ മാർക്കറ്റ് അടിച്ചു പോയത്. പിന്നെ വീണ്ടും തിരിച്ചു വന്നു. പിന്നെ ഇപ്പൊ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാ സാമ്പത്തിക വിദഗ്ധർ അനലൈസ് ചെയ്യുന്നത് ഇന്ത്യൻ മാർക്കറ്റ് ഒരു മെച്യൂർഡ് മാർക്കറ്റായി മാറി. മെച്യൂർഡ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഇൻവെസ്റ്റേഴ്സിന് തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെ നിയന്ത്രിച്ച് കൊണ്ടുവരാനുള്ള ശേഷി ഉണ്ടായിട്ടുണ്ട്. നമുക്ക് അറിയാൻ സാധിക്കും, മ്യൂച്വൽ ഫണ്ട്സ് മുമ്പൊക്കെ ഏതെങ്കിലും വിദേശ നിക്ഷേപം അവർ പ്രോഫിറ്റ് റീപ്പ് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഡിസംബർ മാസങ്ങളിലൊക്കെ അവർ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന സമയങ്ങളാണ്. പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന സമയങ്ങളിൽ വിദേശ നിക്ഷേപകർ അവരുടെയുള്ള നിക്ഷേപത്തിന്റെ പീക്ക് ടൈം എത്തി അതെല്ലാം വിറ്റൊഴിഞ്ഞ് അവർ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാന്നുള്ള പ്രോസസ് ചെയ്യുന്ന സമയത്ത് ഇന്ത്യൻ മാർക്കറ്റ് തകർന്ന തരിപ്പാണോ കെട്ടണം ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗവൺമെന്റിനെ ഡീസ്റ്റേബിലിസ് ചെയ്യുന്നതിന് ഒരു കൺസോളിഡേറ്റഡ് എഫർട്ടായിട്ട് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിനെ അടിച്ചു താത്തി കൊണ്ടുപോകുന്ന സന്ദർഭങ്ങൾ ഈ മാർക്കറ്റ് പ്ലേയേഴ്സ് നടത്താറുണ്ട്. പക്ഷെ
ഇന്ന് അങ്ങനെ ഒരു വിദേശ നിക്ഷേപങ്ങൾ പിൻവലിക്കുന്ന ഒരു ഘട്ടം വരുമ്പോൾ അതിനൊത്ത് ഇന്ത്യയിലെ മ്യൂച്വൽ ഫണ്ട്സ് LIC പോലുള്ള അല്ലെങ്കിൽ HDFC പോലുള്ള എല്ലാ സ്ഥാപനങ്ങളുടെയും ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട്സിന്റെ കുമിഞ്ഞുകൂടി കിടക്കുകയാണ് സമ്പത്ത്. കാരണം നമുക്കറിയാൻ സാധിക്കും ഓരോ സാധാരണക്കാരനും ഇപ്പം മ്യൂച്വൽ ഫണ്ടിലും സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുള്ള SIP പ്ലാനുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ലാക്സ് ഓഫ് ക്രോർ റുപ്പീന്റെ ഇൻവെസ്റ്റ്മെന്റ് കപ്പാസിറ്റി ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ടുകൾക്ക്, ഇന്ത്യൻ ഇൻവെസ്റ്റർ ഫണ്ട്സിനുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്ന് വിദേശ നിക്ഷേപ ഏജൻസികൾക്ക് ഇന്ത്യൻ മാർക്കറ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ നിയന്ത്രിക്കാവുന്ന ഒരു പരിധി ഓട്ടോമാറ്റിക് വന്നു കഴിഞ്ഞാൽ അവർ വിചാരിച്ചാൽ ഇന്ത്യൻ മാർക്കറ്റിന് പറ്റില്ല. അതാണ് ഈ സർജ് ഉണ്ടാവുന്നത്. വിദേശ നിക്ഷേപത്തിൽ നമ്മൾ നോക്കി മാർക്കറ്റ് കയറുന്നതിനനുസരിച്ചിട്ടുള്ള ആ ഒരു മൾട്ടിഫോൾഡ് വിദേശ നിക്ഷേപം വരുന്നുണ്ടെങ്കിൽ പോലും അതിന്റെ എത്രയോ ഇരട്ടിയാണ് ഇന്ത്യൻ മാർക്കറ്റ്, ഇന്ത്യൻ ജനങ്ങൾ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നത്. അതിന്റെ വ്യത്യാസമാണ് ഈ മാർക്കറ്റ് കയറുന്നത്. മോഡി ഗവൺമെന്റ് ലാസ്റ്റ് ടൈമിൽ അദ്ദേഹം പ്രഖ്യാപിക്കുന്ന ഇന്ത്യൻ സെൻസെക്സ് 1 ലക്ഷത്തിൽ എത്തുന്ന അവസരം ഈ വർഷങ്ങളിൽ ഉണ്ടാവുന്ന പറയണേ. തീർച്ചയായിട്ടും ആ ലെവലിലേക്കാണ് കുതിച്ചു പോണേ. ഒരു ചെറിയൊരു ആശങ്ക നമുക്ക് ഇലക്ഷൻ റിസൾട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അതിപ്പോ എല്ലാം എന്താ പറയാ തരണം ചെയ്ത് മാറുകയാണ്. ഇനി ബാക്കിയുള്ള ഇന്ത്യ സഖ്യം പ്രത്യേകിച്ച് എല്ലാവരും വേറെ പിരിഞ്ഞു തുടങ്ങി. അവർ ആ ഇലക്ഷന്റെ ആ ബാന്ധവൊക്കെ അവസാനിച്ച് ഓരോരുത്തരായിട്ട് എന്താ പറയാ അവര് മോദിക്ക് സപ്പോർട്ട് കൊടുക്കുന്ന ചില റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഒരു 5 വർഷം വളരെ സ്റ്റേബിൾ ആയിരിക്കും. ഏറ്റവും പ്രധാനം മോഡി എന്താണോ ഉദ്ദേശിക്കുന്നത് അത് നടപ്പിലാക്കാൻ ഞങ്ങൾ മുന്നിലുണ്ടെന്നാണ് NDA അലയൻസ് എന്ന അദ്ദേഹത്തിന്റെ ആ പാർലമെന്റിലെ ഓൾ NDA MPമാരുടെ മീറ്റിംഗിൽ നിതീഷ് കുമാർ പ്രഖ്യാപിച്ചത്. വളരെ പോസിറ്റീവായിട്ടാണ് നമുക്ക് തോന്നുന്നത്. പക്ഷെ എന്ത് സെറ്റ് ബാക്ക് വന്നാലും അതിനെ കൗണ്ടർ ചെയ്യാനുള്ള നീക്കങ്ങൾക്ക് വേണ്ടി, അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രെങ്ത് ഇപ്പൊ ഗവൺമെന്റ് ആർജിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. സാധാരണ ജനങ്ങൾ, മാർക്കറ്റും അതിനനുസരിച്ച് പ്രതികരിച്ചു തുടങ്ങി. തീർച്ചയായിട്ടും ഈ മോഡി ഗവൺമെന്റ് പ്രഖ്യാപിച്ച പോലെ നമ്മുടെ ആ റിസൾട്ട് കഴിഞ്ഞ 10 വർഷം ഉണ്ടാക്കിയെടുത്ത സിസ്റ്റമിക് കറക്ഷന്റെ റിസൾട്ട് കാണാൻ പോകുന്ന അടുത്ത 10 വർഷമാണ്. നമുക്ക് തീർച്ചയായിട്ടും ശുഭാപ്തി വിശ്വാസത്തോടെ തന്നെയാണ് നമ്മൾ ഇരിക്കുന്നത്. സർ, തീർച്ചയായും ഇപ്പോൾ താങ്കൾ പല വിഷയങ്ങളും, അതായത് ഒരു പൊളിറ്റിക്കൽ ബ്ലൻഡിൻ്റെ കാര്യം, NDAയുടെ പൊളിറ്റിക്കൽ ബ്ലൻഡ്, അതായത് നിതീഷ് കുമാറിൻ്റെ സാന്നിധ്യം, സ്വാഭാവികമായും നമുക്കറിയാം ചന്ദ്രബാബു നായിഡു എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് ഉയർന്നു വന്നത് ഭാവനാത്മകമായ ചില IT സാങ്കേതിക വിദ്യകളെ അഡോപ്റ്റ് ചെയ്യുന്ന രീതിയും, അതുപോലെ ആന്ധ്രാപ്രദേശിലൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ IT രംഗത്തെ ഒരു മുന്നേറ്റം കൂടി വളരെയധികം ഗൗരവതരമായ ഒരു പിന്തുണയായി അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തിരുന്നു. അതുപോലുള്ള ചില ബ്ലൻഡുകൾ, അതായത് പഴയ സർക്കാരിനേക്കാൾ അപേക്ഷിച്ച് കുറെ കൂടി കാര്യക്ഷമമായ ചില ബ്ലൻഡിങ്, അതായത് NDAയിൽ ഉണ്ടാകുന്നു. കുറെ കൂടി എഫിഷ്യൻ്റായ ഭാവനാ സമ്പന്നരായ നേതാക്കൾ എത്തുന്നു. അവർ നേരിട്ട് സർക്കാരിൻ്റെ ഭാഗമാവുകയും ചെയ്യുന്നത് കുറെ കൂടി ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ സാഹചര്യം ഒരുക്കുന്നുണ്ടോ? നമുക്ക് തീർച്ചയായിട്ടും TDP ഒരു വിശ്വാസയോഗ്യമായിട്ടുള്ള അലൈഡ് പാർട്ണർ തന്നെയാണ്. മുൻപും BJP ഗവൺമെന്റിനെ ശക്തമായിട്ട് പിന്തുണച്ചിരുന്നതാണ്. അവർ ഒരു തരത്തിലുള്ള ഒരു സമ്മർദ്ദതന്ത്രം ഇന്ത്യയിൽ ഉണ്ടെങ്കിലും വിസിബിൾ ആയിട്ടുള്ള ഒരു സമ്മർദ്ദതന്ത്രം അവർ കൊണ്ടുവരാറില്ല. അവർക്ക് അവരുടെ കാര്യങ്ങൾ നടക്കണം, ആന്ധ്രാപ്രദേശിലെ കാര്യങ്ങൾ നടക്കണം, അതിന് സ്പെഷ്യൽ പാക്കേജ് വേണം. ആ സംസ്ഥാനം വിഭജിച്ചപ്പോൾ തൊട്ട് തുടങ്ങിയതാണ്. പിന്നെ അതുമല്ല BJPയുടെ കൂടെ ഒരുമിച്ച് മത്സരിച്ചിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് മൃഗീയ ഭൂരിപക്ഷത്തിൽ ആന്ധ്രാപ്രദേശ് ഭരിക്കാൻ അദ്ദേഹം തയ്യാറാവണം. അദ്ദേഹം ഒരു ടെക്കി മിനിസ്റ്ററാണ്. അദ്ദേഹത്തിന്റെ ആ ടെക്നോളജിക്കൽ സപ്പോർട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഡ്വാൻസ് ചിന്തകളായിട്ട് കിടപിടിക്കാൻ മോഡി അല്ലാണ്ട് എന്നൊരു രാഷ്ട്രീയ നേതാവ് ഇന്ത്യയിലില്ല. സത്യം പറഞ്ഞാലേ അത്രയും റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു മുഖ്യമന്ത്രി ആണ് ശരിക്കും പറഞ്ഞാൽ ആന്ധ്രാപ്രദേശിലെ ചന്ദ്രബാബു നായിഡു എന്ന് നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്ക് അസസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ആ ഒരു ഫേസില് ആ കാര്യങ്ങൾ ഉൾക്കൊള്ളാനും അതിന് സപ്പോർട്ട് കൊടുക്കാനും ഇന്ന് NDA അല്ലാതെ കണ്ട് വേറൊരു പാർട്ടി തന്നെ അദ്ദേഹത്തിന് ഓപ്ഷൻ കുറവാണ്. മാത്രമല്ല അദ്ദേഹം കുറെ കൂടി ഒരു ട്രസ്റ്റ് വർത്തി പാർട്ട്ണറാണ്. മറ്റേ നിതീഷ് കുമാർ മാത്രമാണ് നമുക്ക് ഒരു പരിധിയെങ്കിലും ചിലപ്പോൾ ചാഞ്ചാട്ടങ്ങൾ പലപ്പോഴായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ എങ്കിലും ഈ ഒരു നിർണായക ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ സപ്പോർട്ട് വളരെയധികം ഗുണം ചെയ്തു. പക്ഷെ അവരുടെ ഒരു പ്രഷർ ടാക്ടിക്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ഇൻഡിപെൻഡൻസിന്റെ 7 പേരുടെ പിന്തുണ നെക്സ്റ്റ് ഡേ തന്നെ അമിത്ഷാ ഇടപെട്ട് ഉറപ്പാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കൂടുതൽ സ്വതന്ത്ര MPമാരും എല്ലാവരും BJPയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് വരികയാണ്. ഒരു റിപ്പോർട്ട് വായിച്ചിരുന്നു, അത് ഇത്രമാത്രം വാസ്തവാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ അതിനെക്കുറിച്ച് കൂടുതൽ ഫീഡ്ബാക്ക് ഉണ്ടാവും. ഉദ്ധവ് താക്കറെയുടെ ശിവസേന വീണ്ടും തിരിച്ച് NDAയിലേക്ക് കൊണ്ടുവരാനുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു നാച്ചുറൽ പാർട്ണറാണ് ശിവസേനയും BJPയും തമ്മിലാണ്. അവര് തമ്മിൽ ഒരുമിച്ച് നിന്നാൽ മഹാരാഷ്ട്ര പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ആർക്കും. അപ്പൊ അതിനുള്ളൊരു മൂവ്മെന്റ് നടക്കുന്നതായിട്ട് നമുക്ക് റിപ്പോർട്ട്, പബ്ലിഷ് റിപ്പോർട്ടുകളും വരുന്നുണ്ട്, ഇന്റേണൽ റിപ്പോർട്ട്സും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെ വളരെ പോസിറ്റീവായിട്ടാണ് കാര്യങ്ങൾ നടക്കണേ. പിന്നെ എന്താ പറയാ, ഒരു ഫുൾ ത്രോട്ടിൽ നമ്മള് BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാത്തതിന്റെ ഒരു പ്രശ്നം അതിനെ മറികടക്കാനായിട്ടുള്ള അതിന് തന്ത്രശാലികളായിട്ടുള്ള BJP നേതാക്കള് അല്ലെങ്കിൽ NDA നേതാക്കള് മാത്രമല്ല, നമുക്ക് ഒരു കാര്യം നമ്മൾ
ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ടത് BJP-യുടെ അല്ലെങ്കിൽ BJP-യുടെ പ്രത്യേകിച്ച് അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ പ്രധാനപ്പെട്ട അജണ്ടകളെല്ലാം കഴിഞ്ഞു. രാമക്ഷേത്രത്തിന്റെ ആയാലും അതിന് ഒരു നോൺ ഇഷ്യൂ ആണ് അത്. അല്ലെങ്കിൽ 370 ഇനി ഭൂലോകത്ത് ആര് വിചാരിച്ചാലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത ഒരു ഇഷ്യൂ ആണ്. ഇനിയിപ്പോ ആകെയുള്ളത് യൂണിഫോം സിവിൽ കോഡാണ്. അതിനൊന്നും ഇവർ അത്രയധികം എതിര് നിൽക്കും തോന്നുന്നു. കാരണം മറ്റു പല സ്റ്റേറ്റുകളും അതിനെക്കുറിച്ച് നിയമങ്ങൾ പാസ്സാക്കി തുടങ്ങി. ഇപ്പൊ ഒറീസ പോലുള്ള സംസ്ഥാനങ്ങൾ പൂർണ്ണമായിട്ടും NDA-യുടെ കീഴിലേക്ക് വന്നു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് വിവാദ വിഷയങ്ങളിലേക്ക് തീരുമാനം ഓൾറെഡി എടുത്തു കഴിഞ്ഞു, അല്ലെങ്കിൽ നടപ്പാക്കി കഴിഞ്ഞു, അല്ലെങ്കിൽ നടപ്പാക്കുന്നതിന്റെ സ്റ്റേജിലാണ്. ഇനി നമുക്ക് മുന്നോട്ടുള്ളത് ഇന്ത്യയുടെ ഡെവലപ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് ഒരു ഡിവിസീവ് പൊളിറ്റിക്സിന് വേണ്ടിയിട്ടുള്ള വിവാദ വിഷയങ്ങളുടെ പ്രാധാന്യം ഓൾറെഡി കഴിഞ്ഞു. അത് കഴിഞ്ഞു. ഇനി പുതിയ വിഷയങ്ങളാണ്. ഇനി ഡെവലപ്മെന്റ് മാത്രമാണ് ഇന്ത്യയുടെ അജണ്ടയായിട്ട് വരാൻ സാധ്യതയുള്ളത്. മറ്റു വിവാദ വിഷയങ്ങള് അല്ലെങ്കിൽ വിവാദമുണ്ടായിരുന്ന വൻ വിവാദമുള്ള വിഷയങ്ങളെല്ലാം തീർന്നു കഴിഞ്ഞു ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ. അതാ ഏറ്റവും വലിയ രഹസ്യം. തീർച്ചയായും വളരെ നന്ദി ശ്രീ CK മണികണ്ഠൻ. വലിയ രീതിയിലുള്ള വിശകലനം തന്നെയാണ് താങ്കൾ ഞങ്ങൾക്കായി തന്നതും.